ഭാരത സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചുളയിലേക്ക് ആയിരക്കണക്കിന് ധീര ദേശാഭിമാനികൾക്ക് പ്രേരണയും പ്രചോദനവുമായ ഒരു വ്യക്തിത്വത്തിനുടമയാണ് നേതാജി എന്ന് നമ്മൾ വിളിക്കുന്ന സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തെ ഓർത്തെടുക്കാൻ കുറച്ചു സമയം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പിറന്ന നാടിനു വേണ്ടി ചെയ്ത മഹത്തരമായ പ്രവർത്തനവും ഊർജ്ജസ്വലമായ മുന്നേറ്റവും എന്തായിരുന്നു എന്നത് ഒരുമിച്ച് ചിന്തിക്കാനുള്ള ഒരു സമയമാണിത്. ഇതിനു മുമ്പ് സംസാരിച്ചവരെല്ലാം ഇതിനോടകം തന്നെ നേതാജിയെക്കുറിച്ച് വ്യത്യസ്തമായ രീതിയിൽ പുതിയ അറിവുകൾ നമുക്ക് തരുന്ന രീതിയിൽ നമ്മളോട് സംവദിച്ചിട്ടുണ്ട്. വിശിഷ്ടാതിഥി സൂചിപ്പിച്ച മാതിരി വേണ്ടത്ര രീതിയിൽ സുഭാഷ് ചന്ദ്രബോസിനെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ ഇടം കൊടുത്തിട്ടുണ്ടോ, ഇടം നേടിയിട്ടുണ്ടോ എന്നുള്ളത് ചിന്തനീയമാണ്. പക്ഷെ സമഗ്രമായി സുഭാഷ് ചന്ദ്രബോസിന്റെ ജീവിതം പഠിക്കുവാൻ നിലവിലുള്ള ചരിത്രം അപര്യാപ്തമാണ് എന്നതാണ് വസ്തുത. ജനനവും മധ്യകാലഘട്ടവും കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്നും അദ്ദേഹത്തിന്റെ മരണം വലിയ ഒരു തർക്ക വിഷയമായി അവശേഷിക്കുന്നുണ്ട്. ബോസ് എങ്ങനെ മരിച്ചു, അതിനുശേഷം ജീവിച്ചിരുന്നുവോ എന്നതിനപ്പുറത്തേക്ക് ജീവിച്ചിരുന്ന കാലത്ത് ബോസിന്റെ പ്രവർത്തനം എന്തായിരുന്നു എന്നതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരു സെമിനാർ മാതൃകയിൽ ഈ വിഷയത്തെ അക്കമിട്ട് അവതരിപ്പിക്കപ്പെടണം എന്നുള്ളതാണ് ഈ സംഘാടകർ ആഗ്രഹിച്ചതായി എന്നോട് അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു സെമിനാർ പേപ്പർ പ്രസന്റേഷൻ ചെയ്യുന്ന മാതൃകയിൽ അവതരിപ്പിച്ചാൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായവും വന്നിരുന്നു. അത്തരത്തിലൊരു മാതൃകയിലാണ് നമുക്ക് ഒരുമിച്ച് ഇവിടെ ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. വലിയൊരു വാചക കൃസത്തോ മനോഹരമായ പദപ്രയോഗങ്ങൾ കൂട്ടി ഇളക്കിക്കൊണ്ട് കേൾക്കുമ്പോൾ മനോഹരമെന്നും ഗംഭീരമെന്നും തോന്നുമ്പോഴും അതിൻ്റെ ആകത്തുക എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു പുകമറ മാത്രം ആക്കിക്കൊണ്ട് പ്രസംഗം നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. പലരും അത്തരത്തിൽ പ്രസംഗം നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ സുഭാഷ് ചന്ദ്രബോസിനെ വസ്തുനിഷ്ഠമായി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ അദ്ദേഹത്തോട് ചെയ്യാൻ പറ്റുന്ന, ചരിത്രത്തോട് ചെയ്യാൻ പറ്റുന്ന, ഈ നാടിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കടമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, ഭാരതീയർ മുഴുവൻ ഒരിക്കലും മറക്കാതെ അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വാചകം. 1945 അദ്ദേഹത്തിന്റെ മരണത്തോട് ആസന്നമായ കാലഘട്ടത്തിൽ അദ്ദേഹം INA ഭടന്മാരോട് പറയുന്ന ഒരു വാചകമുണ്ട്. ആസന്നമായ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിലാണ് ആസന്നമായ യുദ്ധം. ഈ യുദ്ധം വരുന്ന സമയത്ത്, ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം നമ്മളിൽ എത്ര പേർ ജീവിച്ചിരിക്കുന്നുണ്ടാകും എന്നെനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഒന്നുണ്ട്, ഈ യുദ്ധം കഴിഞ്ഞ് നമ്മളിൽ ചിലർ ജീവിച്ചിരുന്നാലും ഉയിരോടെ ഇരുന്നാലും നമ്മുടെ ഭാരതം സ്വതന്ത്രമാവുക തന്നെ ചെയ്യും. ഇത് പ്രകൃതിയുടെ നിശ്ചയമാണ്. അദ്ദേഹം പറഞ്ഞത്, നമ്മളിൽ എത്ര പേർ ഇനി ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ല, പക്ഷെ എൻ്റെ ഭാരതം, എൻ്റെ ഇന്ത്യ സ്വതന്ത്രമാവുക തന്നെ ചെയ്യും. ഇത് പ്രകൃതിയുടെ നിയതിയാണ്, പ്രകൃതിയുടെ നിയമമാണ് എന്ന് പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസ് ജനിച്ച കാലഘട്ടം അറിയാം. ബംഗാളിൽ വലിയ ഒരു ബംഗാൾ ക്ഷാമം കാരണം 2 കോടിയിലധികം ആൾക്കാർ മരണത്തിന് ഇരയായ സാഹചര്യത്തിന്റെ അവസാന സന്ധിക്കൊടുവിലാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ജനനം. 1897
ജനുവരി 23 ഒറീസയിലെ കട്ടക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് സുഭാഷ് ചന്ദ്രബോസ് ജനിക്കുന്നത്. കുട്ടിക്കാലം മുതൽക്കേ തന്നെ തെറ്റില്ലാത്തൊരു സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. കാരണം സോമനാഥൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അച്ഛൻ പ്രശസ്തനായിട്ടുള്ള ഒരു വക്കീലായിരുന്നു. അമ്മ അന്നത്തെ കാലത്ത് തന്നെ വിദ്യാസമ്പന്നയായിട്ടുള്ള ഒരു മാതാവായിരുന്നു. കുട്ടിക്കാലം മുതൽക്ക് തന്നെ വായന ഒരു ശീലമാക്കിയിരുന്നു എന്ന് വേണം സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പറയാൻ. നന്നായിട്ട് വായിക്കുന്ന സ്വഭാവമുള്ള ആ കുട്ടി ഒരു 10, 14, 15 വയസ്സ് ആകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിൽ യാദൃശ്ചികമായിട്ട് വിവേകാനന്ദ സ്വാമികളുടെ ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുകയുണ്ടായി. അത് വിവേകാനന്ദ സാഹിത്യ സർവസ്വം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. കിട്ടിയ പാടെ തന്നെ വിശന്ന അല്ലെങ്കിൽ ദാഹിച്ചു വലഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി ആർത്തിയോടെ ഭക്ഷണമോ വെള്ളമോ കുടിക്കുന്ന മാതൃകയിൽ ആദ്യത്തെ 2 ഭാഗം വായിച്ചു തീർന്ന ഉടനെ തന്നെ വിവേകാനന്ദന്റെ ആ പുസ്തകം മുഴുവൻ വായിക്കാൻ വല്ലാത്ത പ്രേരണയായി. അങ്ങനെ സുഭാഷ് ചന്ദ്രബോസ് ഈ വിവേകാനന്ദ സാഹിത്യ സർവസ്വം വായിക്കാൻ തുടങ്ങി. അതിന്റെ കാതലായി അദ്ദേഹത്തിന് മനസ്സിലായത് ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായച എന്നതായിരുന്നു. എന്റെ മോക്ഷം എന്ന് പറയുന്നത് ഈ ജഗത്തിന്റെ ഹിതമാണ്. ഈ ജഗത്തിന്റെ ഹിതമാണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. എൻ്റെ ജീവിതത്തിന്, വ്യക്തി ജീവിതത്തിന് മോക്ഷം എന്നുള്ളത് ഈ പ്രപഞ്ചത്തിന് ഗുണകരമായ മംഗളകരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് എന്നത് വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായി. അതിനുശേഷം പിന്നീട് പല പ്രസംഗങ്ങളിലും അദ്ദേഹം പറഞ്ഞു, എൻ്റെ വായനയുടെ ഒടുവിൽ എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഘട്ടത്തിൽ ടേണിംഗ് പോയിന്റ് ആയി മാറിയത് വിവേകാനന്ദ സ്വാമികളുടെ വിവേകാനന്ദ സാഹിത്യ സർവസ്വമായിരുന്നു. അതിലെ ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായച എന്ന മന്ത്രമായിരുന്നു എന്ന്. വീണ്ടും വായന ആ വർഷത്തിൽ തന്നെ 15ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ പുസ്തകം കിട്ടുന്നത്. ആ 16-16.5 വയസ്സിൽ 1.5 വർഷം തുടർച്ചയായി വിവേകാനന്ദന്റെ പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടിരുന്നതിനൊടുവിൽ അദ്ദേഹത്തിന് മറ്റൊരു പുസ്തകം കൂടെ കിട്ടി, അരവിന്ദന്റെ ദർശനങ്ങൾ. പക്ഷേ അരവിന്ദന്റെ ദർശനങ്ങൾ കൂടി കിട്ടിയപ്പോൾ ഒരു നാണയത്തിന്റെ ഒരു വശമായിരുന്നു വിവേകാനന്ദന്റെ പുസ്തക എങ്കിൽ, വിവേകാനന്ദ സാഹിത്യ സർവസ്വമെങ്കിൽ, ആ നാണയത്തിന്റെ മറ്റൊരു വശമായിരുന്നു അരവിന്ദന്റെ ദർശനങ്ങൾ. അരവിന്ദന്റെ ദർശനത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി രാഷ്ട്രത്തിന് സ്വന്തമായി ഒരു അസ്തിത്വമുണ്ട് എന്നും, സ്വാമിജി പറഞ്ഞതുപോലെ ഭാരത ജഗദ്ഗുരു സ്ഥാനം അലങ്കരിച്ചിരുന്ന ഒരു മണ്ണാണ്, ഒരു രാഷ്ട്രമാണ് എന്നും, ആ രാഷ്ട്രത്തെ സേവിക്കുക, ഈ രാഷ്ട്രത്തിന്റെ മംഗളകരമായിട്ടുള്ള ശ്രേയസ് ഉണ്ടാവുകയാണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം ജീവിതത്തിന് കൃത്യമായ ദിശാബോധം നിർണയിച്ചുറപ്പിച്ചതായിരുന്നു ആ ടീനേജ് എന്ന് പറയുന്ന കാലഘട്ടം. അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ മുഴുവൻ ജീവിതവും പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം, പിന്നീട് അദ്ദേഹം കട്ടക്ക് വിട്ടിട്ട് പ്രസിഡൻസി കോളേജിൽ അദ്ദേഹത്തിന്റെ ഓണേഴ്സ് വിദ്യാഭ്യാസത്തിനായിട്ട് അദ്ദേഹം കൊൽക്കത്തയിലേക്ക് പിന്നെ പോവുകയാണ്. ഈ കൊൽക്കത്തയിൽ വെച്ച് ഒരു സംഭവം നടക്കുന്നത് 1916 ജാനുവരി 16 ഈ വംശഹത്യയുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടന്നതിൻ്റെ പേരിൽ ആദ്യ വർഷം തന്നെ കുട്ടികളുടെ ഇടയിൽ വായന വശത്താക്കിയിരുന്ന ആളെന്ന നിലയ്ക്ക് വാക്കുകൾക്ക് ദാരിദ്ര്യമില്ലായിരുന്നു. വാക്കുകൾക്ക് ദാരിദ്ര്യമില്ലാത്തത് കൊണ്ട് തന്നെ മനോഹരമായി പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അങ്ങനെ സ്വതന്ത്രമായി, മനോഹരമായി, ആകർഷകമായി സംസാരിക്കാനുള്ള അദ്ദേഹത്തിന്റെ മികവിനെ കണക്കിലെടുത്തുകൊണ്ട് അവിടെ സ്റ്റുഡന്റ് ലീഡർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് റെപ്രസെന്റേറ്റീവ് എന്ന നിലയ്ക്ക് കോളേജിൽ തിരഞ്ഞെടുത്തു. ആ സമയത്തായിരുന്നു കോളേജിൽ ഇത്തരത്തിലുള്ള ഈ വംശഹത്യയുടെ പേരിലുള്ള ചില പരാമർശത്തിന്റെ പേരിൽ അവിടെയുള്ള അധ്യാപകർ വിദ്യാർത്ഥികളെ മർദ്ദിച്ച ഒരു സംഭവം നടന്നു. അതിനെ തുടർന്ന് തിരിച്ച് ഒരു മർദ്ദനം, ഒരു സംഘട്ടനം ആ കലാലയത്തിൽ
പിന്നീട് നടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ആ കൽക്കത്തയിൽ വലിയ ഒരു ചർച്ചയെ ആ സംഘടന വിദ്യാർത്ഥി അധ്യാപക സംഘർഷം അല്ലെങ്കിൽ സംഘടനം ആ കൽക്കട്ട നഗരി മുഴുവൻ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു. ഹിസ് മജസ്റ്റിസ് ഓപ്പണന്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ വംശീയമായിട്ടുള്ള അധിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ച് കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞതിന് ശേഷം ആൻ ഇന്ത്യൻ പിൽഗ്രിമേജ് എന്ന് പറയുന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ തന്നെ ആത്മകഥയിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള ഈ സംഘടനത്തിൽ ഇദ്ദേഹമാണ് നേതൃത്വം കൊടുത്തത് എന്ന നിലയ്ക്കുള്ള ഒരു അപഖ്യാതി ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള വലിയ ഒരു സംഘടന അല്ലെങ്കിൽ സംഘർഷം നടക്കുന്നതിൽ എൻ്റെ സാന്നിധ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ സുഭാഷ് ചന്ദ്രബോസ് പറയപ്പെടുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നമ്മുടെ ഈ പ്രസിഡൻസി കോളേജിലായിരുന്നു അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നത്. പ്രസിഡൻസി കോളേജിൽ ഈ വിഷയത്തെ അദ്ദേഹം വിക്ടിം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ കോളേജിൽ നിന്നും സർവകലാശാലയിൽ നിന്നും പുറത്താക്കി. അപ്പൊ പുറത്താക്കിയ സമയത്ത് വളരെ മോശപ്പെട്ട വിദ്യാർത്ഥി എന്ന നിലയ്ക്കുള്ള സർട്ടിഫിക്കറ്റോട് കൂടിയാണ് പുറത്താക്കിയത്. ഏകദേശം 1.5 വർഷക്കാലം അദ്ദേഹം അലഞ്ഞ് തിരിഞ്ഞ് നടന്നു ഏതെങ്കിലും ഒരു കലാലയത്തിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി. പക്ഷേ കിട്ടിയിട്ടില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചു, ഒരു തെറ്റില്ലാത്ത സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച അച്ഛൻ അത്യാവശ്യം പിടിപാടൊക്കെ ഉള്ള ഒരു കുടുംബത്തിലായതുകൊണ്ട് അച്ഛൻ മുൻ കൈ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് സ്കോട്ടിഷ് ചർച്ച് കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജിൽ പിൽക്കാലത്ത് അദ്ദേഹത്തിന് അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുകയാണ്. അദ്ദേഹം അങ്ങനെ തത്വശാസ്ത്രത്തിൽ ഫിലോസഫി പഠിക്കാൻ ആ കലാലയത്തിൽ ഫിലോസഫി ഇൻ ഓണേഴ്സ് എന്ന വിഷയം അദ്ദേഹം ജോയിൻ ചെയ്തു. വെടുക്കനായിട്ടുള്ള അദ്ദേഹം ആ കോളേജിലെ ഓണേഴ്സ് ബിരുദം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി പുറത്തു വന്നു എന്നതാണ് അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. പിന്നീട് അങ്ങനെ ഓണേഴ്സ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അച്ഛന് വലിയ പ്രതീക്ഷയാണ്. അച്ഛൻ മകനെ നിർബന്ധിക്കുന്നു സിവിൽ സർവീസിൽ കയറാൻ വേണ്ടിയിട്ട്, സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ അച്ഛൻ വളരെ വലിയ നിർബന്ധം മകന്റെ പേരിൽ പ്രഷറൈസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ മകൻ തീരെ താല്പര്യമില്ലാത്ത രീതിയിൽ തന്നെ ആ സാധനത്തെ മുഖവിലേക്ക് എടുക്കുന്നില്ല, അച്ഛൻ്റെ അഭിപ്രായത്തെ മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷെ വീണ്ടും പല ഭാഗങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ അവസാനം 1919 സെപ്റ്റംബർ 15-ാം തീയതി അദ്ദേഹം SS സിറ്റി ഓഫ് കൽക്കട്ട എന്ന കപ്പലിൽ അദ്ദേഹത്തെ ലണ്ടനിലേക്ക് പാക്ക് ചെയ്യുന്നു. ലണ്ടനിൽ പോയതിനു ശേഷം അദ്ദേഹം 1920 ജൂലൈ 20-ന് അദ്ദേഹം ICS പരീക്ഷ എഴുതുന്നു എന്നുള്ളതല്ല, അതിൻ്റെ ഫലം വന്ന സമയത്ത് 4ാമത്തെ റാങ്കോടുകൂടി അദ്ദേഹം പരീക്ഷ എഴുതുന്നതുകൊണ്ട് പറഞ്ഞു, ലോക നിലവാരത്തിലുള്ള സായിപ്പന്മാരോടാണ് ഞാൻ മത്സരിച്ച് ICS പരീക്ഷ എഴുതാൻ പോകുന്നത് എന്ന് അച്ഛൻ ഓർക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ അച്ഛന് കൊടുത്തിട്ടാണ് മകൻ ലണ്ടനിലേക്ക് കപ്പൽ കയറുന്നത്. പക്ഷേ പരീക്ഷയുടെ റിസൾട്ട് വന്ന സമയത്ത് ICS അദ്ദേഹം പാസ്സായത് 4ാമത്തെ റാങ്കോടുകൂടി അദ്ദേഹം പാസ്സായി അവിടെ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ ദേശീയ രാഷ്ട്രീയം കൊടുത്തുകൊണ്ടിരിക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടങ്ങൾ പല ഭാഗത്തും പല രീതിയിലും പല ശൈലിയിലും പല ഭാവത്തിലുമെല്ലാം ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, പ്രതികരണങ്ങൾ, പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ദേശബന്ധു എന്ന് വിളിച്ച CR ദാസ്, ചിത്തരഞ്ജൻ ദാസിനെ പരിചയപ്പെടണമെന്നും അദ്ദേഹവുമായിട്ടൊരു ബന്ധം വെക്കണമെന്നും ആഗ്രഹമുണ്ടാവുകയും അവരുമായി ഈ ചിത്തരഞ്ജൻ CR ദാസുമായി വലിയ ഒരു ആത്മബന്ധം ഉടലെടുക്കുകയും ചെയ്തു. അപ്പം മിടുക്കനായിട്ടുള്ള സുഭാഷ് ചന്ദ്രബോസിനോട് വല്ലാത്ത ഒരു മമതയും വാത്സല്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഭാരതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് CR ദാസ് കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലം താൻ എൻ്റെ ഉള്ളിൽ ഉരുക്കി വളർത്തി വെച്ച ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സ്വപ്നത്തിനേക്കാൾ എത്രയോ വലുതാണ് നിന്റെ സ്വപ്നത്തെക്കുറിച്ചുള്ള, രാഷ്ട്രത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്ന് ഒരവസരത്തിൽ CR ദാസ് സുഭാഷ് ചന്ദ്രബോസിനോട് പറയുകയും ചെയ്തു. അങ്ങനെ CR ദാസുമായിട്ടുള്ള നിരന്തര ബന്ധം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ സിവിൽ സർവീസ് ഉപേക്ഷിക്കണമെന്ന ആഗ്രഹത്തിലേക്ക് അത് കലാശിച്ചു എന്ന് വേണം പറയാൻ. അതിന് അദ്ദേഹം തന്നെ കണ്ടെത്തിയ ഒരു കാര്യം,
ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ സ്വപ്നമായിരുന്നു ഭാരതത്തിൽ. ഈ സ്വപ്നമായിട്ടുള്ള സിവിൽ സർവീസ് ബ്രിട്ടീഷുകാരുടെ ഇടയിൽ നിന്ന് ബ്രിട്ടീഷുകാരനല്ലാത്ത ഒരാൾ ഇന്ത്യൻ സിവിൽ സർവീസ് നേടിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരൻ്റെ അടിമയായി ആ മികവ്, എക്സലൻസ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന് ഭാരതത്തിലെ ഏറ്റവും മികച്ച സയന്റിസ്റ്റുകൾ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഇന്ന് നാസയിലാണ് എന്ന് പറയാൻ സാധിക്കും. ഭാരതത്തിലെ ഏറ്റവും മികച്ച ഡോക്ടർമാർ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയിലാണ് എന്ന് പറയാൻ പറ്റും. എക്സലന്റ് ആർക്കിടെക്റ്റുകൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയിൽ. അമേരിക്ക ഒരു വികസിത രാജ്യമാണ്. ഏറ്റവും മികവുള്ള ആൾക്കാരെ പർച്ചേസ് ചെയ്യാൻ പലപ്പോഴും ഇന്നും ലോകരാജ്യങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇന്ത്യൻ വംശജരിൽ വെച്ച് ഏറ്റവും മികവുള്ളവർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പണിയെടുക്കണം എന്നുള്ള അവരുടെ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സിവിൽ സർവീസിൽ വരുന്ന ആൾക്കാർ ജനിക്കുമ്പോഴേ വളരെ ഒരു ഇന്റലക്ട് ആയിട്ടുള്ള ഒരാളായിരിക്കും. അവന്റെ ആ സർഗാത്മകതയെ, അവന്റെ മികവിനെ, അവളുടെ കഴിവിനെ എല്ലാം ബ്രിട്ടീഷുകാരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക എന്നുള്ളൊരു ഹിഡൻ അജണ്ട കൂടി ബ്രിട്ടീഷുകാരല്ലാത്തവർക്കും സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഒരുക്കുന്നതിൽ ബ്രിട്ടീഷുകാരുടെ പിന്നിലുണ്ടായിരുന്നു. അതും ഒരു തന്ത്രമായി തന്നെ കണക്കാക്കണം. പക്ഷെ ആ ICS ബിരുദം വളരെ അഭിമാനത്തോടു കൂടി ബ്രിട്ടീഷുകാർക്ക് വിടുപണി ചെയ്യുന്നതിൽ അഭിമാനം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ICS ഇന്ത്യൻ വംശജരായിട്ടുള്ള ഒരു സമൂഹത്തെ വാർത്തെടുത്തിരുന്നവർ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ഒരു മറുപടി കൊടുക്കുക. നിങ്ങളുടെ ICS എൻ്റെ ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടാണ്, അതിനേക്കാൾ വലുതല്ല നിങ്ങളുടെ ICS എന്ന് പറയുന്നത് ഞാൻ വലിച്ചെറിയുന്നു. ഇത് വലിച്ചെറിയുന്നതോട് ബ്രിട്ടീഷുകാരുടെ മുഖത്ത് അടിക്കാതെ തന്നെ അടിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം ഈ ICS അദ്ദേഹം ഉപേക്ഷിക്കുന്നത്. അതായത് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന സമര പോരാട്ടങ്ങൾ CR ദാസിന്റെ ഒരു ശൈലിയിലൂടെ നടക്കുമ്പോൾ 20 വർഷം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് പ്രവർത്തിച്ച് അവിടെ നിന്നതിനു ശേഷം ഗാന്ധിജി 1917 ബീഹാറിലെ ചമ്പാറിൽ വരുന്നു. അവിടെ അദ്ദേഹം ഈ സത്യാഗ്രഹം എന്ന് പറയുന്ന പുതിയ ഒരു ശൈലിയിലുള്ള ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടം കാഴ്ചവെക്കുന്നു. ഈ കാലഘട്ടത്തിലായിരുന്നു ഈ ഇദ്ദേഹത്തിന്റെ ICS പഠനത്തിന്റെ കാലഘട്ടം. എന്തായാലും 1921 ഏപ്രിൽ 22 കാംബ്രിഡ്ജിലെ അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് വച്ച് അദ്ദേഹം മനോഹരമായ ഒരു കത്ത് എഴുതുന്നു ES മൊണ്ടേഗുവിന്. എൻ്റെ ICS രാജിക്കത്ത് അങ്ങയ്ക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ എനിക്കൊറ്റയ്ക്കും ഒരു വലിയ സമൂഹത്തെയും സംഘടിപ്പിച്ചുകൊണ്ട് മുന്നേറേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ ICS എന്ന പദവി അങ്ങേക്ക് ഞാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഞാൻ തിരിച്ചു നൽകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് 1921 ഏപ്രിൽ 22 അദ്ദേഹത്തിന്റെ ഈ ICS പദവി അദ്ദേഹം ES മൊണ്ടേഗുവിന് കത്തിലൂടെ രാജിക്കത്തായി സമർപ്പിക്കുന്നു. ഈ സമയത്ത് തന്നെ ഗാന്ധിയെക്കുറിച്ച് കേട്ടറിവ് ഉണ്ടായി, ഗാന്ധിയെ കാണണമെന്ന ആഗ്രഹം ഉണ്ടായി. ES മൊണ്ടേഗുവിന് കത്ത് സമർപ്പിച്ചതിന്റെ വെരി നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം തന്നെ അദ്ദേഹം ബോംബെയിലേക്ക് കപ്പൽ കയറി ബോംബെയിലെത്തിയ ഉടനെ ആദ്യം കാണാൻ ആഗ്രഹിച്ചത് ഗാന്ധിയായിരുന്നു. അങ്ങനെ ഗാന്ധിയെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന മണിഭവൻ എന്ന് പറയുന്ന ഗാന്ധിയുടെ വസതിയിൽ ഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ട് സുഭാഷ് ചന്ദ്രബോസ് എത്തുന്നു. ആ സമയത്ത് സ്വദേശി പ്രസ്ഥാനത്തിന്റെ വക്താവ് എന്ന നിലക്ക് ഒരു ചെറിയ ഒറ്റമുണ്ട് മാത്രം ധരിച്ചുകൊണ്ട് ചർക്കയിൽ നൂല് നൂത്തുകൊണ്ടിരിക്കുന്ന ഗാന്ധിയെ കാണുമ്പോൾ ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ചെല്ലാം പറയുമ്പോഴും സുഭാഷ് ചന്ദ്രബോസ് വന്നത് വൈദേശിക ആധിപത്യത്തിന്റെ എല്ലാം പ്രതീകമെന്ന് വിശേഷിപ്പിക്കുന്ന സൂട്ടും കോട്ടും ടൈയും ബെൽറ്റും എല്ലാം കെട്ടി വളരെ സൂപ്പർ സൂട്ട് ലുക്കിലായിരുന്നു. പക്ഷെ ഗാന്ധിയെ കണ്ട സമയത്ത് തന്നെ അദ്ദേഹത്തിന് വല്ലാത്ത ഒരു നാണക്കേട് അനുഭവിച്ചു എന്നാണ് പിന്നെ അദ്ദേഹത്തിന് ദി പിൽഗ്രിമേജ് എന്ന് പറയുന്ന ആത്മകഥയിൽ അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് വല്ലാത്തൊരു മാനസികമായിട്ടുള്ള സങ്കോചം തോന്നി. കാരണം ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പുതിയൊരു ശൈലിയിലുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടം മുന്നോട്ട് വെച്ച ഇത്രയും വലിയ വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു കേവല ഉടുതുണി മാത്രം ഇട്ടുകൊണ്ട് സ്വദേശി എന്ന് പറയുന്ന മറ്റൊരു വലിയൊരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിപ്പോഴും ഈ യുവാവായിട്ടുള്ള ഞാൻ ഇത്തരത്തിൽ വേഷം ധരിച്ച് അദ്ദേഹത്തിന്റെ മുന്നിൽ പോയപ്പോൾ ഒരു മാനസികമായ സങ്കോചം ഉണ്ടായി എന്ന് അദ്ദേഹം പിൽക്കാലത്ത് പറയുന്നു.
അതിനുശേഷം ഗാന്ധിയുമായി ഏകദേശം മണിക്കൂറുകൾ നീണ്ട ചർച്ച നടക്കുകയാണ്. ഗാന്ധിയുടെ ഈ സത്യാഗ്രഹം എന്ന് പറയുന്ന ആശയത്തോട്, അഹിംസ എന്ന് പറയുന്ന ആശയത്തോട് നേരത്തെ കേട്ട മാത്രയിൽ തന്നെ സുഭാഷ് ചന്ദ്രബോസിന് യോജിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ല എന്ന ഉറപ്പ് സുഭാഷ് ചന്ദ്രബോസിന് ഉണ്ടായിരുന്നു. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ അവർ രണ്ടുപേരും പിരിയുന്നു. യഥാർത്ഥത്തിൽ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും. ആ ഫസ്റ്റ് ഇംപ്രഷനിൽ ഗാന്ധിക്ക് സുഭാഷ് ചന്ദ്രബോസിനെ ബോധിച്ചില്ല എന്ന് വേണം പറയാൻ. അതിന് 2-3 ഘടകങ്ങളുണ്ട്. രണ്ടുപേരുടെയും സ്കൂൾ ഓഫ് തോട്ട്, ആശയം, ആദർശം രണ്ടും 2 തരത്തിലായിരുന്നു. അവരുടെ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ രണ്ടും 2 തരത്തിലായിരുന്നു. 3, അവരുടെ പ്രവർത്തനത്തിന്റെ രീതിയും ശൈലിയും വ്യത്യസ്ത ധ്രുവത്തിലായിരുന്നു. 4, സമന്വയത്തിന്റെ ഭാവത്തിലായിരുന്നില്ല ചർച്ച തുടങ്ങിയത്. ഒരു സംഘർഷത്തിൻ്റെതായിട്ടുള്ള രീതിയിലായിരുന്നു ഈ ചർച്ച നടന്നതും അവസാനിപ്പിച്ചതും. അത് ഒരിക്കലും ഒരു നിഷേധാത്മകമായിട്ടുള്ള ഉദ്ദേശത്തോടായിരുന്നില്ല. ഇത്തരത്തിലുള്ള ചർച്ചയിലൂടെ മാത്രമേ ആ ശരിയെ രണ്ടുപേർക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന ഒരു ഭാവാത്മകത അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഇത് കഴിഞ്ഞതിന് ശേഷം വലിയ ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു പ്രതികരണം ഭാരതത്തിൽ നടന്നു എന്ന് പറയാൻ സാധിക്കുന്നത് 1921 നവംബർ 17-ാം തീയതി വെയിംസിലെ രാജകുമാരൻ ഇന്ത്യ സന്ദർശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വലിയൊരു വാർത്ത, വലിയ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ വരുന്ന സമയത്ത് 15ഓ 20ഓ അല്ലെങ്കിൽ 1-2 മാസം മുമ്പ് നേരത്തെ അറിയിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അതുപോലെ വെയിംസിലെ രാജകുമാരൻ വരുന്നു എന്ന് പറയുന്ന വാർത്ത വരികയും ഈ സമയത്ത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കണം എന്ന നിലയ്ക്ക് തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കൽക്കട്ടയുടെ ചുമതല അന്ന് ദാസിനും ബോസിനുമായിരുന്നു. CR ദാസിനും അതുപോലെ സുഭാഷ് ചന്ദ്രബോസിനുമായിരുന്നു. അങ്ങനെ വലിയ ഒരു പ്രക്ഷോഭം വാസ്തവത്തിൽ അവിടെ നടന്നു, അല്ലെങ്കിൽ സംഘടിപ്പിച്ചു എന്ന് വേണം പറയാൻ. ഇതിനെതിരെ 100 കണക്കിന് ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ ഒരു കോട്ടമതിൽ പോലെ തീർത്തുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തി. ആ പോരാട്ടത്തിനൊടുവിൽ സുഭാഷ് ചന്ദ്രബോസ് വാസ്തവത്തിൽ ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വരുന്നു. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് ജയിൽവാസം അനുഷ്ഠിക്കുന്നത് അന്നാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ 11 തവണ ജയിൽവാസം അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നാണ് പറയാറ്. ആ 11 തവണ ജയിൽവാസം അനുഷ്ഠിച്ചതിൽ ആദ്യത്തെ ജയിൽവാസം എന്ന് പറയുന്നത് വെയിംസ് രാജകുമാരന്മാർക്കെതിരെയുള്ള സമരം, പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹത്തിന് ജയിൽവാസം അദ്ദേഹം അനുഷ്ഠിച്ചത്. അതിനുശേഷം 1922 ഫെബ്രുവരി 22-ാം തീയതി ഈ ചൗരി ചൗര വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ആക്രമണം നടന്നു. ഇതിലാണ് വാസ്തവത്തിൽ വലിയ ഒരു പിണക്കം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ പല വ്യക്തികളോടും ഗാന്ധിജി കാണിച്ചു എന്ന് ചരിത്രരേഖകളിൽ അടയാളപ്പെടുത്തിയത്. കാരണം ഈ ചൗരി ചൗര പ്രശ്നം വന്ന സമയത്ത് 1922-ലായിരുന്നു. ഈ പോലീസ് സ്റ്റേഷൻ കയറി ആക്രമിച്ചു. ഈ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു 21 പോലീസുകാർ അതിൽ മരണപ്പെട്ടു. പോലീസുകാർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരെ വീടുകളിൽ രാത്രി കയറി മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങൾ നടത്തുന്നു. പ്രതിഷേധം നടക്കുന്ന സ്ഥലത്ത് മാത്രമല്ല അവരനുഭവിക്കേണ്ടി വരുന്ന യാതന. ആ പ്രതിഷേധ സ്ഥലത്ത് വെച്ച് കൊടിയ മർദ്ദനങ്ങളെല്ലാം ഏറ്റുവാങ്ങി പകുതിയിലധികം പേർ ജയിലറകളിൽ പോവുകയും കാരാഗ്രഹവാസം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഓടി കൊതറി രക്ഷപ്പെട്ട് വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അവരും അവരുടെ കുടുംബവും കുട്ടികളും മുതിർന്നവരും വയോവൃദ്ധരും എല്ലാവരും ഒരുപോലെ പോലീസുകാരുടെ പീഡനത്തിന് രാവും പകലും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നു. ഈ സമയത്താണ് സ്വാതന്ത്ര്യ സമര പോരാളികൾ അതിശക്തമായി പോലീസ് സ്റ്റേഷൻ ഒരു ഡിഫെൻഡിങ് എന്ന നിലയ്ക്ക് കടന്നാക്രമിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അതിന് നേതൃത്വം കൊടുത്തവർക്കെതിരെ ശക്തമായ ഭാഷയിൽ ഗാന്ധിജി ശക്തമായ ഭാഷയിൽ സംസാരിക്കുകയും പ്രതികരിക്കുകയും അതിനെ തുടർന്ന് ഗാന്ധി വാസ്തവത്തിൽ പിണങ്ങിപ്പോവുകയും ചെയ്തു എന്ന് വേണം പറയാൻ. പക്ഷേ തുടർന്ന് 1922 മാർച്ച് 30-ാം തീയതി തീവ്രവാദി എന്ന നിലക്ക് ദേശവിരുദ്ധ പ്രവർത്തനം ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ ഈ പോലീസ് സ്റ്റേഷൻ ആക്രമണം ഉൾപ്പെടെയുള്ള കേസ് ചുമത്തിക്കൊണ്ട് ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. 1922 അതിനുശേഷം ഗയയിൽ വെച്ച് AICCയുടെ വലിയ ഒരു സമ്മേളനം നടക്കുന്നു. ആ സമ്മേളന സദസ്സിൽ CR ദാസ് അന്ന് ആ സമയത്ത് അവിടെ രാജി
പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും തൻ്റെ വിയോജിപ്പ്, തൻ്റെ ഈ ഗാന്ധിജിയുടെ തന്നെ ചില സമീപനങ്ങൾ, നെഹ്റുവിൻ്റെ ചില സമീപനങ്ങൾ, ചില നിലപാടുകൾ, ഇത്തരത്തിനോട് എനിക്ക് യോജിച്ചു പോകാൻ സാധിക്കില്ല എന്ന് തുറന്ന് സമ്മേളന നഗരിയിൽ തന്നെ, ഗയയിൽ നടന്ന സമ്മേളന നഗരിയിൽ തുറന്നു പറയുകയും അവിടെ വെച്ച് തൻ്റെ രാജി പ്രഖ്യാപനം നടത്തിയിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. പക്ഷേ 1924 ആകുമ്പോൾ കൽക്കട്ട മുനിസിപ്പൽ കോർപ്പറേഷൻ രൂപീകരിച്ച സമയത്ത് അവിടുത്തെ തിരഞ്ഞെടുപ്പിൽ CR ദാസ് അവിടുത്തെ മേയറായി വന്നു. അദ്ദേഹം മേയറായി വന്ന സമയത്ത് ഏറ്റവും മികവുറ്റ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയ്ക്ക്, രാഷ്ട്രബോധമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അതിൻ്റെ CEO എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ചുമതല അത് ബോസിന് നൽകിക്കൊണ്ട് അവിടുത്തെ കൽക്കട്ട മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആദ്യത്തെ CEO എന്ന് പറയുന്ന പദവി ബോസിന് സമ്മാനിച്ചിട്ട് അദ്ദേഹം അവിടെ മേയർ എന്ന നിലയ്ക്ക് അവിടുത്തെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ കഴിഞ്ഞ സമരത്തിന്റെ പേരിൽ അവിടുത്തെ CEO ആയിരുന്ന ബോസിനെയും മേയറായ ദാസിനെയും ഒരുപോലെ 1924 ഒക്ടോബർ 25 പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് CR ദാസിനെ പുറത്തു വിടുമെങ്കിലും 1925 ജാനുവരി 25 ആകുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ആൾക്കാരെ സംഘടിപ്പിക്കുന്ന ആളെന്ന നിലയ്ക്ക് ബോസിനെ അവിടെ നിന്ന് നേരെ ബർമയിലേക്ക് നാടുകടത്തി. 1926, അതായത് ഏകദേശം 9 മാസം കഴിയുന്ന സമയത്ത് തന്നെ ബോസിന്റെ ആരോഗ്യം വഷളായി, വല്ലാത്ത ശാരീരിക ബുദ്ധിമുട്ടിലായി, നടക്കാൻ പോലും പറ്റാത്ത പ്രോബ്ലം ഉണ്ടായി. അദ്ദേഹത്തിന്റെ സഫോക്കേഷൻ, ഈ ശ്വാസകോശത്തിന്റെ ശ്വാസം എടുക്കാനോ വിടാനോ പറ്റാത്ത സാഹചര്യമായി അദ്ദേഹത്തിന് നിമോണിയ, ഹൈ ഇൻഫെക്റ്റഡ് ആയിട്ട് അദ്ദേഹത്തിന് ഹൃദയം ഇൻഫെക്റ്റഡ് ആയിട്ട് നിമോണിയ ബാധിച്ച് അദ്ദേഹം കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി, അതിനു മുമ്പ് അദ്ദേഹം നിമോണിയ ബാധിച്ച് കിടക്കുന്ന സമയത്തും ഇനി ഇതിനകത്ത് കിടന്ന് മരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അദ്ദേഹം നിരാഹാരം തുടങ്ങി. സെയിം ടൈം തന്നെ നിമോണിയ ആയിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം തുടർച്ചയായി 7 ദിവസം നിരാഹാരമായതിനെ തുടർന്ന് ജയിൽ അധികൃതർ ഇടപെട്ടിട്ട് അദ്ദേഹത്തെ നേരെ കോടതിയിൽ കൊണ്ടുപോവുകയാണ്. കോടതിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നിലപാട് പറയുന്നു. കോടതിയിൽ തന്നെ വാഗ്വാദം നടക്കുന്നു. അദ്ദേഹത്തെ വീണ്ടും അതിന്റെ തുടർ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം അവിടെ നിന്ന് ജയിൽ മോചനാകുന്നു. ഇതേ സമയത്ത് തന്നെ CR ദാസ് മരിക്കുകയാണ്. CR ദാസ് മരിക്കുന്ന സമയത്ത് ജയിലിൽ നിന്ന് തന്നെ വീണ്ടും നേരത്തെ സൂചിപ്പിച്ച വൈയായിക ഉണ്ട്, പക്ഷേ ജയിലിൽ നിന്ന് വിമോചനാക്കിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തെ അവിടെ നിന്ന് തൽക്കാലം ജയിൽ പാർപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹത്തെ ഷില്ലോങ്ങിലേക്ക് വിടുന്നു. ഷില്ലോങ്ങിൽ അദ്ദേഹം കുറച്ചു കാലം അവിടെ അദ്ദേഹം വിശ്രമ ജീവിതം വഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏകദേശം 9 മാസം മുന്നോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം ബംഗാൾ പ്രദേശിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ്, ഈ KPCC പ്രസിഡന്റ് എന്ന് പറയുന്ന മാതിരി ബംഗാൾ സംസ്ഥാനത്തിന്റെ പ്രസിഡന്റ് എന്ന നിലക്ക് അദ്ദേഹം ചുമതല വഹിക്കുന്നു. 1927 ആകുന്ന സമയത്ത് അദ്ദേഹം AICCയുടെ ജനറൽ സെക്രട്ടറി ആയി വരുന്നു. 3 ജനറൽ സെക്രട്ടറിമാരാണ്. 1 ഖുറേഷി, 2 ജവഹർലാൽ നെഹ്റു, 3 സുഭാഷ് ചന്ദ്രബോസ്. പക്ഷേ ഈ വിഷയത്തിൽ നിലപാട് എന്നും ഇദ്ദേഹം ഒരു ഒറ്റയാൻ നിലപാട് എടുത്തുകൊണ്ട് മുന്നേറിയ ആളായിരുന്നു. ഖുറേഷിയുടെ നിലപാടിനെതിരെ, ജവഹർലാൽ നെഹ്റുവിന്റെ നിലപാടിനെതിരെ, ഗാന്ധിജിയുടെ ആശയത്തിനെതിരെ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ, വ്യത്യസ്തമായ നിലപാടുകൾ അത് പരസ്യമായിട്ടും കമ്മിറ്റികളിലും തുറന്നു പറയാൻ ബോസിന് ഒരു മടിയുമില്ലായിരുന്നു. ബോസ് വളരെ വ്യക്തവും ശക്തവുമായിട്ടുള്ള ഭാഷയിൽ എല്ലാ സമ്മേളനങ്ങളിലും ബോസിന്റെ നിലപാട് ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു. 1928 ആണ് ഈ സൈമൺ കമ്മീഷൻ ഗോ ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതമാകമനം ഒരു വലിയൊരു ആസൂത്രിതമായിട്ടുള്ള ഒരു പ്രതിഷേധം നടന്നത്. അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കാൻ തീരുമാനിച്ചത് ഇദ്ദേഹത്തെ തന്നെയായിരുന്നു. അങ്ങനെ ബോസ് ആയിരുന്നു ഭാരതത്തിൽ ആകമാനം നടന്ന ഈ സൈമൺ കമ്മീഷൻ ഗോ ബാക്ക് എന്ന് പറയുന്നതിനൊരു കമ്മിറ്റി രൂപീകരിച്ചതിന്റെ കൺവീനറായി പ്രവർത്തിച്ചതും ഈ സമരത്തിന് ഭാരതത്തിന് മുഴുവൻ നേതൃത്വം കൊടുക്കുകയും ചെയ്തു. ഈ 1928, അതായത് ആ സൈമൺ കമ്മീഷൻ ഗോ ബാക്ക് എന്ന് പറയുന്ന ആ സമയത്ത് തന്നെ കൽക്കട്ടയിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു, കോൺഗ്രസിന്റെ ഒരു സമ്മേളനം. ആ സമ്മേളനത്തിൽ ഗാന്ധിജി ഒരു പ്രമേയമായിട്ട് അവതരിപ്പിച്ചത് ഭാരതത്തിനൊരു ഡൊമിനൈൻ സ്റ്റാറ്റസ് എങ്കിലും നമ്മൾ തരണമെന്ന് ബ്രിട്ടീഷുകാരോട് പറയണമെന്ന്. പക്ഷെ ആ സമയത്ത് ആ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ച് കഴിഞ്ഞ മൊമെന്റിൽ തന്നെ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു, ഭാരതത്തിന് ഡൊമിനൈൻ സ്റ്റാറ്റസ് അല്ല വേണ്ടത്.
ഞാൻ നേരത്തെ പറഞ്ഞു, നിലപാടുകൾ എപ്പോഴും ഏതവസരത്തിലും ആര് പറയുന്നു എന്നുള്ളതല്ല, എന്തു പറയുന്നു എന്നുള്ളത് നോക്കിക്കൊണ്ട് നിലപാടുകൾ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ഗാന്ധിജിക്ക് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പ് പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 19 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്, ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലത്ത്, ഒരു ഉറപ്പുമില്ലാത്ത കാലത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇളവെങ്കിലും ഭാരതത്തിന് കിട്ടണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞതല്ല, ഭാരതത്തിന് വേണ്ടത് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്, സമ്പൂർണ്ണ സ്വാതന്ത്ര്യം തന്നെയാണ് വേണ്ടത്, ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും AICC നിലപാടായി പുറത്തു വരാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഈ സൈമൺ കമ്മീഷൻ ഗോ ബാക്ക് എന്ന് പറയുന്ന മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് വളരെയധികം ഇദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിച്ച ആളായിരുന്നു ലാലാ ലജ്പത് റായ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ ശാരീരികമായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ പീഡനം ഏറ്റുവാങ്ങിയതിൽ ഒരാളായി വേണമെങ്കിൽ ആ ഒരു സമയത്ത് ലാലാ ലജ്പത് റായിയെ വിശേഷിപ്പിക്കാം. പക്ഷെ അദ്ദേഹം 1928 നവംബർ 17 അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുമ്പോൾ സുഭാഷ് ചന്ദ്രബോസിന് അതിയായിട്ടുള്ള വൈഷമ്യം ഉണ്ടാകുന്നു. വാസ്തവത്തിൽ അദ്ദേഹം 3 ദിവസം സമ്പൂർണ്ണമായി ശരീരത്തിന്റെയും മനസ്സിന്റെയും ചേതനയേറ്റ അവസ്ഥയിൽ എന്നാണ് പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന്റെ ചരിത്ര രേഖകൾ സൂചിപ്പിച്ചത്. അപ്പൊ ലാലാ ലജ്പത് റായിയുടെ മരണം വാസ്തവത്തിൽ അദ്ദേഹത്തെ ആകെ തളർത്തി. 1928 ഞാൻ സൂചിപ്പിച്ചു, ഈ പറയുന്ന കൽക്കട്ടയിൽ നടന്ന സമ്മേളനത്തിൽ ഒരു ഡൊമനൈൻ സ്റ്റാറ്റസ് എങ്കിലും വേണമെന്ന് പറഞ്ഞ പ്രമേയം അത് അവതരിപ്പിച്ചത് വൈസ്രോയിയുടെ ചെവിയിലെത്തി എന്ന് വേണം പറയാൻ. 1929 ആകുമ്പോൾ വൈസ്രോയി ഇന്ത്യക്ക് ഡൊമനൈൻ സ്റ്റാറ്റസ് നൽകാൻ തീരുമാനിച്ചതായി പറയുന്നു. അതായത് മറ്റന്നാളാകുന്ന സമയത്ത് ഇന്ത്യക്ക് ഒരു ഡൊമനൈൻ സ്റ്റാറ്റസ് നൽകാം AICCയുടെ അഭിപ്രായത്തെ കണക്കിലെടുത്തുകൊണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഇതറിഞ്ഞ ഉടനെ തന്നെ പിറ്റേ ദിവസം ഒരു മാനിഫെസ്റ്റോ ബോസ് തയ്യാറാക്കുന്നു. ഇത് തയ്യാറാക്കി AICCയുടെ നിലപാടാണ്, അഭിപ്രായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അടിയന്തരമായി വൈസ്രോയുടെ മുന്നിൽ ഇത് സമർപ്പിക്കുകയും ഒരു കാരണവശാലും ഭാരതത്തിന് ഒരു ഡൊമനൈൻ സ്റ്റാറ്റസിന്റെ ആവശ്യകതയില്ല, ഞങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത് എന്ന്. ആ സ്വാതന്ത്ര്യം 1930 മാർച്ച് മാസം ഞങ്ങൾ നേടുക തന്നെ ചെയ്യും എന്ന് പറയുകയും ചെയ്തു. ഇത് ബ്രിട്ടീഷുകാരുടെ വല്ലാത്ത ഒരു ആശങ്കയ്ക്ക് വഴിയൊരുക്കി. കാരണം ഒരു ഡൊമനൈൻ സ്റ്റാറ്റസ് കൊടുക്കാമെന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കൃത്യം 1 വർഷം കൊണ്ട് ഭാരതം സ്വാതന്ത്ര്യം ഞങ്ങൾ നേടിയെടുക്കുമെന്ന് സുഭാഷിനെ പോലെ ഒരാൾ പറയുന്നതിൽ ബ്രിട്ടീഷുകാർക്ക് വലിയൊരു ആശങ്കയുണ്ടായി. 1930കളിൽ വാസ്തവത്തിൽ ഇദ്ദേഹം ജയിലിനകത്താണ്. ഇത് പറയുന്നത് 29-ലാണെങ്കിലും 1930-ലാണ് ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. ഈ സമയത്തെല്ലാം സുഭാഷ് ചന്ദ്രബോസ് 1929 ഡിസംബറോടുകൂടി അദ്ദേഹത്തെ ജയിലിലാക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചു 11 തവണയാണ് ഇദ്ദേഹം ജയിൽവാസം അനുഷ്ഠിച്ചത്. ഈ ജയിലിൽ കിടന്നിട്ട് തന്നെ അദ്ദേഹം ഈ മുനിസിപ്പൽ കോർപ്പറേഷനിലെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ചുക്കാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. മുനിസിപ്പൽ കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ 1930കളിൽ പല ബന്ധങ്ങളും അദ്ദേഹം പുറത്തുള്ള പല വ്യക്തികളുമായി വെച്ച് അദ്ദേഹം ആ ബന്ധം സൂക്ഷിച്ചുകൊണ്ട് അവിടുത്തെ പ്രവർത്തനത്തിന് ഏകോപിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നു. ഇതിനുശേഷം ഇദ്ദേഹം അവിടെ ആ മുനിസിപ്പലിന്റെ ജയിൽ വിമോചിതനായ ഉടനെ തന്നെ 1931 തുടക്കത്തിൽ അദ്ദേഹം 1930 അവസാനത്തിൽ അദ്ദേഹം ആ കൽക്കട്ട മുനിസിപ്പൽ മേയർ എന്ന നിലയ്ക്ക് അധികാരത്തിലേകുന്നു. വളരെ സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു സമാധാനപരമായ റാലി നടക്കുന്നു 1931 ജാനുവരി 26 ആ ബ്രിട്ടീഷ് പോലീസ് പെട്ടെന്ന് വരുന്നു. ഒരു കാരണവുമില്ലാതെ ആ വലിയ മൊബിനെതിരെ, ആ ജനക്കൂട്ടത്തിനെതിരെ അടി ഉതിർക്കുന്നു. ഒരു നായയെ അടിച്ച് ഉരുട്ടുന്ന മാതിരി സുഭാഷ് ചന്ദ്രബോസിനെ തെരുവിലൂടെ അടിച്ചുരുട്ടി വലിച്ചിഴച്ച് ചോര തുപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ പോലീസ് സ്റ്റാനിലേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട് 1931 ജാനുവരി 26 ആകുന്ന സമയത്ത്. അങ്ങനെയാണ് അതിനുശേഷമുള്ള തുടർച്ചയായി കുറച്ച് നാൾ അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നു. തുടർച്ച ഒരു 6-7 മാസക്കാലം. പക്ഷെ ഇതേ സമയത്ത് ഗാന്ധിജിയുമായി ഇതിനു മുമ്പ് അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുവെങ്കിലും ശക്തമായ ഒരു അസ്വാരസ്യം ഉണ്ടാകുന്നത് ഈ 1931കളിലാണ്. കാരണം ആ സമയത്താണ് ഗാന്ധിജി ഇർവിൻ സന്ധി നടക്കുന്നത്. നമ്മുടെ ചരിത്ര പാഠപുസ്തകങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ ഗാന്ധിജി ഇർവിൻ സന്ധിയിൽ ശക്തമായിട്ടുള്ള വിയോജിപ്പ് സുഭാഷ് ചന്ദ്രബോസിനുണ്ടായിരുന്നു. ഒരു കാരണവശാലും ആ
ഇർവിൻ ഗാന്ധിജി സന്ധി ഉടമ്പടി ഒരു കാരണവശാലും നടപ്പിലാക്കുന്നത് ഇത് വിദൂരമായി ഭാരതത്തിന് ദോഷം ചെയ്യും എന്ന് ഉറക്കെ ശക്തമായിട്ടുള്ള നിലപാട് പല സമ്മേളന നഗരിയിലും, കോൺഗ്രസ് പാർട്ടിയുടെ സമ്മേളന നഗരിയിലും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗാന്ധിജിയെ 3 തവണ വ്യക്തിപരമായി പോയി കണ്ടിട്ട് അത് പിൻവലിക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഗാന്ധി അതിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല. അതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. സുഭാഷ്, അതുകൊണ്ട് താങ്കൾ മതിയാകൂ, താങ്കൾക്ക് വേണ്ടത്ര ഈ വിഷയത്തിലുള്ള അനുഭവക്കുറവുണ്ട് എന്ന് ഗാന്ധിജി പറഞ്ഞതായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അന്ന് ആ സമയത്ത് തന്റെ അനുഭവക്കുറവുണ്ട്, മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അന്ന് സുഭാഷ് വിചാരിച്ചത് 1931 മാർച്ച് 23 ഭാരത സ്വാതന്ത്ര്യ സമരത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു നിമിഷം ഭാരതത്തിന്റെ ചരിത്ര മുഹൂർത്തമായി മാറിയത് നമുക്കറിയാം. ഭഗത് സിംഗും സുഖദേവും രാജ്ഗുരുവും എന്ന് പറയുന്ന 3 ധീര ദേശാഭിമാനികളെ അവരെ തൂക്കിലേറ്റിയ ആ ചരിത്ര സംഭവം. അങ്ങനെ ഈ ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖദേവിനെയും തൂക്കിലേറ്റാൻ വേണ്ടി ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇർവിൻ സന്ധിയുമായി ബന്ധപ്പെട്ടിട്ട് ബ്രിട്ടീഷുകാരുമായി ഗാന്ധിജി ഇടപെടുമെന്നും ഗാന്ധിജി ഇടപെട്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാളികളായിട്ടുള്ള ഈ 3 പേരെ കഴുകലേറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും അവരെ 3 പേരെയും അന്നേ ദിവസം കഴുകലേറ്റരുത്, അവരെ സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്ന നിലയ്ക്ക് അവരെ തുറന്നു വിടണം എന്ന് പറയുമായിരിക്കും. അതാണ് ഗാന്ധിജിയുടെ ഉദ്ദേശം എന്നും സുഭാഷ് വെറുതെ വ്യാമോഹിച്ചതായി പിന്നീട് പറയുന്നു. വാസ്തവത്തിൽ ആ ഇർവിൻ സന്ധി ഗാന്ധിജി ഇർവിൻ സന്ധി എന്ന് പറയുന്ന ഈ വലിയ ചരിത്രത്തിന്റെ പാഠപുസ്തകങ്ങളിൽ പഠിച്ചതിൽ സുഭാഷ് ഒന്ന് പുറകോട്ട് പോയതിന് ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രിട്ടീഷുകാരുമായി സംസാരിച്ചിട്ട് സുഖദേവിന്റെയും രാജ്ഗുരുവിന്റെയും ഭഗത് സിംഗിന്റെയും തൂക്കുകയറ് മാറ്റാൻ ഗാന്ധിജി ഇടപെട്ട് സംസാരിക്കുമായിരിക്കും എന്ന ഒരു പ്രതീക്ഷയും വിശ്വാസവും ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ ഗാന്ധിജി അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല, ഇടപെട്ടിട്ടില്ല. അതോടുകൂടി തന്നെ വലിയ രീതിയിൽ ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസും തമ്മിൽ പരസ്യമായി ഇടയുന്ന സംസാരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. അപ്പൊ ഈ സമയത്ത് തന്നെ 1933 ഫെബ്രുവരി 13 ജയിലിൽ നിന്നും ഇദ്ദേഹത്തെ മോചിപ്പിക്കുന്നു. അതിനുശേഷം SS കപ്പലിൽ കയറ്റി അദ്ദേഹത്തെ യൂറോപ്പിലേക്ക് വിടാൻ, ജയിലിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് പറഞ്ഞ് അതേ വർഷം തന്നെ അദ്ദേഹത്തെ യൂറോപ്പിലേക്ക് നാട് കടത്തുന്നു. 3 വർഷം സുഭാഷ് ചന്ദ്രബോസ് യൂറോപ്പിലായിരുന്നു. ആ 3 വർഷവും അദ്ദേഹം ഭാരതത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് അദ്ദേഹത്തിന്റെ അതായത് ജപ്പാൻ ജർമ്മനി ബന്ധം, അങ്ങനെയാണ് ജപ്പാന്റെ ഷൂ നക്കി എന്നെല്ലാം, ചെരുപ്പ് നക്കി എന്നെല്ലാം പദപ്രയോഗങ്ങളിലൂടെ ഇന്ന് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അധ്യക്ഷ ഭാഷണത്തിൽ ശ്രീ ഗോപാൽജി അത് സൂചിപ്പിച്ചു. ആ ജപ്പാൻ അതുപോലെ ജർമ്മനിയുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹം ബന്ധം സ്ഥാപിച്ചത്. 1938 ഫെബ്രുവരിയിലെ ഹരിപുരം സെഷനിൽ അദ്ദേഹം AICCയുടെ നാഷണൽ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം വീണ്ടും അടിയന്തരമായിട്ട് ത്രിപുരയിൽ വെച്ച് മറ്റൊരു നാഷണൽ കോൺഫറൻസ് നടന്നിട്ടുണ്ടായിരുന്നു AICCയുടെ. ആ സമയത്ത് നേരത്തെ ഗാന്ധിജിയുമായിട്ടുള്ള അസ്വാരസ്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹം AICCയുടെ വീണ്ടും നാഷണൽ പ്രസിഡന്റായി വന്നു കഴിഞ്ഞാൽ അത് ഗാന്ധിജി ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക്, ഞാൻ ചിലത് തുറന്നു പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോ ഗാന്ധിജി ഒരു കാരണവശാലും രണ്ടാമതും ഇദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കാൻ പാടില്ല എന്ന നിലയ്ക്ക് ഇദ്ദേഹം പട്ടാഭി സീതാരാമയ്യ എന്ന് പറയുന്ന ഒരാളെ ഗാന്ധിജിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് അവതരിപ്പിച്ചു. പക്ഷേ സുഭാഷ് ചന്ദ്രബോസിന്റെ ആ സമയത്തുള്ള സ്വാധീനവും പ്രവർത്തനവും എല്ലാം അടിസ്ഥാനമായി നിലനിന്നതുകൊണ്ട് തന്നെ ഗാന്ധിജി മുന്നോട്ട് വെച്ച പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തിക്കൊണ്ട് 70% വോട്ട് കൂടുതൽ നേടിക്കൊണ്ട് വീണ്ടും ത്രിപുരയിൽ നടന്ന AICCയിൽ അദ്ദേഹം നാഷണൽ പ്രസിഡന്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ നാഷണൽ പ്രസിഡന്റായി ഇരിക്കുന്ന സമയത്ത്, നാഷണൽ പ്രസിഡന്റായി 7ാമത്തെ മാസം വീണ്ടും പോലീസുകാർ പഴയ ചില സമരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ദീർഘകാലം അദ്ദേഹം 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ദീർഘകാലം അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിക്കുന്നുണ്ട്.
ആ ജയിൽവാസത്തിൽ നിന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്, ഇനി താൻ ഒരിക്കലും ഈ ജയിലറയിൽ നിന്നും പുറത്തു പോകില്ല. ഒരു അർത്ഥത്തിലും തന്നെ ഈ ജയിൽവാസത്തിൽ നിന്നും പുറത്ത് വിടാൻ ബ്രിട്ടീഷുകാർ തയ്യാറാവില്ല. കാരണം അത് ഏകദേശം എനിക്ക് തോന്നുന്നു 11ാമത്തെ ജയിൽവാസമായിരിക്കണം ഈ ചെറിയൊരു കാലഘട്ടം. ആ മനുഷ്യർ 10-48 വയസ്സേ വർഷം വരെ ജീവിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത് എൻ്റെ ജീവിതത്തിൽ ഇനി എൻ്റെ ജീവിതം ഇതിനകത്തായിരിക്കും എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അതിനുശേഷം നേരത്തെ ഉണ്ടായിരുന്ന ശാരീരിക അസ്വാസ്ഥ്യങ്ങളൊന്നും മാറിയിട്ടില്ല ആശാന്, പക്ഷെ എന്നാൽ പ്രകടമായി ഒന്നും വരുന്നുമില്ല. ഇനി അത്തരത്തിൽ എന്തെങ്കിലും അസ്വാസ്ഥ്യം ഉണ്ടായെങ്കിൽ മാത്രമേ ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കുള്ളൂ തിരിച്ചറിയുന്നു. അദ്ദേഹം നിരാഹാരം ആരംഭിക്കുന്നു. തുടർച്ചയായിട്ട് അദ്ദേഹം നിരാഹാരം കിടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശരീരം വഷളായി. അദ്ദേഹത്തെ അവിടെ നിന്നും ആശുപത്രിയിൽ നിന്ന് ജയിലിൽ നിന്നും അടിയന്തരമായിട്ട് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നുണ്ട്. ആശുപത്രിയിൽ കൊണ്ടുപോയതിനു ശേഷം അവിടെ നിന്ന് രക്ഷയില്ല എന്ന് മനസ്സിലാക്കി ബ്രിട്ടീഷുകാർ തന്നെ പറയുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം അറസ്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെ ജയിലായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ വേണ്ട രീതിയിലുള്ള പരിരക്ഷ കൊടുക്കട്ടെ എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ 14 ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മഫ്തിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പാർപ്പിക്കുന്നു. തുടർച്ചയായിട്ട് അദ്ദേഹം ആ വീട്ടിൽ തന്നെ താമസിക്കുന്നു. ഇനി ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു ശേഷാരനോട് വിളിച്ചിട്ട് പറയണം, എനിക്ക് എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ആശങ്ക വെക്കുന്നു. എന്തായാലും ഈ ആലോചനയ്ക്കൊടുവിൽ 3 ദിവസത്തെ കൃത്യമായ ആസൂത്രണത്തിനൊടുവിൽ അദ്ദേഹം ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടുന്നുണ്ട്. 1941 ജാനുവരി മാസം 16-ാം തീയതി അദ്ദേഹം വളരെ സമർത്ഥമായി ഒരു മുസ്ലിം യുവാവിന്റെ വേഷമെല്ലാം ധരിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടുന്നുണ്ട്. ദി ഗ്രേറ്റ് എസ്കേപ്പ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഇദ്ദേഹത്തെ കുറിച്ച് ഇദ്ദേഹത്തിന്റെ എസ്കേപ്പിസ് എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന് പറയുന്നത് 6 പാരഗ്രാഫുകളിലായി 4 പേജിലായിട്ടാണ് പറയുന്നത് എന്നാണ് പറയുന്നത്. അത്രയും സമഗ്രമായിട്ടുള്ള ഒരു ആസൂത്രണം അദ്ദേഹത്തിന്റെ രക്ഷപ്പെടലിനെ കുറിച്ച് അദ്ദേഹം ആ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ട് നേരെ ജർമ്മനിയിൽ പോകുന്നു. അവിടെ നിന്ന് ജർമ്മനിയിലാണ് ആദ്യമായിട്ട് അദ്ദേഹം അവിടെ ഒരു റേഡിയോ വിക്ഷേപണ സംവിധാനത്തിന്റെ പേരിൽ ആസാദ് ഹിന്ദ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ അവിടെയുള്ള ആൾക്കാരെ ഈ ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. ദി ബ്യൂറോ ഫോർ ഇന്ത്യ എന്ന സ്പെഷ്യൽ ബ്യൂറോ ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പ്രവർത്തനം ആരംഭിക്കുന്നു. അതിനെ തുടർന്ന് ജർമ്മനിയിൽ തന്നെ ഹിന്ദിക്കാരായ ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് 40,000 പേരെ അദ്ദേഹം ആസാദ് ഹിന്ദു ഫോഴ്സ് എന്ന നിലയ്ക്ക് ഒരു സൈന്യത്തെ അദ്ദേഹം അവിടെ കെട്ടിപ്പടുത്തി തയ്യാറാക്കുന്നു. അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുന്നു. അവിടെ നാവികസേനയുടെയും കരസേനയുടെയും വ്യോമസേനയുടെയും പരിശീലനങ്ങൾ കരസേന സൈന്യത്തിന് തന്നെ അവിടെ കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ സവിശേഷത. സാധാരണ കരസേനയിൽ ഇവിടെ ഇപ്പോൾ ചിലപ്പോൾ റിട്ടയർഡ് മിലിറ്റൻസ് ഉദ്യോഗസ്ഥരുണ്ടാവും. കരസേന ഉദ്യോഗസ്ഥർക്ക് കരസേനയിലുള്ള പരിശീലനമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പറയുന്ന ആസാദ് ഹിന്ദ് ഫോഴ്സിൽ ഇദ്ദേഹം കരസേന, നാവികസേന, വ്യോമസേന 3 സേനയിലും ഉള്ളവരുടെ സ്പെഷ്യൽ ട്രെയിനിങ് അദ്ദേഹം അവിടെയുള്ള ആൾക്കാർക്ക് കൊടുക്കുകയുണ്ടായി. ഇതേ സമയത്ത് തന്നെ അദ്ദേഹം ജർമ്മനിയിൽ ഇരുന്നു കൊണ്ട് ഹിറ്റ്ലറിനെയും അതുപോലെ ജാപ്പനീസ് പ്രസിഡന്റ് അന്നത്തെ പ്രധാനമന്ത്രി ടോജോയുമായിട്ടും വലിയൊരു ആത്മബന്ധം ഉണ്ടാക്കി. ആ ആത്മബന്ധത്തിന് പിന്നിൽ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2ാം ലോക മഹായുദ്ധം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ യുദ്ധം വരുന്ന സമയത്ത് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന നിലക്ക് ചിന്തിച്ച് സ്വാഭാവികമായി ലണ്ടൻ ജർമ്മനിയുടെയും ജപ്പാന്റെയും ശത്രുവാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ ലണ്ടനെ പരാജയപ്പെടുത്തണമെങ്കിൽ സ്വാഭാവികമായി ജർമ്മനി ഇന്ത്യക്ക് ഒരുമിച്ച് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് സാധിക്കണമെന്നില്ല. ഈ സമയത്ത് ജപ്പാന്റെയും അതുപോലെ ജർമ്മനിയുടെയും സഹായം വേണമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരികളുമായി വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ടാക്കുകയും ആ ആത്മബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ ഒരു യുദ്ധം വരുന്ന സമയത്ത് ഭാരത സ്വാതന്ത്ര്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവരുമായിട്ടുള്ള ആത്മബന്ധം സ്ഥാപിക്കുന്നത്. പക്ഷേ അത് അവിടെ ഇരുന്നു കൊണ്ട് ചെയ്യുന്നതിന് പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ടെന്ന് പിൽക്കാലത്ത് മനസ്സിലാക്കിയ അദ്ദേഹം അവിടെ നിന്ന് ശ്രീലങ്ക വഴി ഭാരതത്തിലേക്ക് അദ്ദേഹത്തെ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്ന INA ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവരികയും അതിനുശേഷം ഇവിടെ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു പോരാട്ടം ആരംഭിച്ചു. പക്ഷേ ജപ്പാൻകാരുടെ എയറിംഗ് സംവിധാനം, വ്യോമസേനയുടെ ഭാഗത്ത് നിന്നുള്ള സഹകരണത്തിൽ എവിടെയോ ചില ടെക്നിക്കൽ പ്രോബ്ലം പാളിപ്പോയതിന്റെ അടിസ്ഥാനത്തിൽ
കാര്യമായിട്ടൊരു മുന്നേറ്റം INA ഭടന്മാർക്ക് നടത്താൻ സാധിച്ചില്ല. ഏകദേശം 45% INA ഭടന്മാർ മരണപ്പെടുകയും ഏകദേശം 30-35% ആൾക്കാർ കൈയോടെ ബ്രിട്ടീഷുകാർ പിടിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു പരാജയം വാസ്തവത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ആത്മവിശ്വാസം കളയാതെ തന്നെ വളരെ ശക്തമായിട്ട് ഇദ്ദേഹം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇവിടെ നേരത്തെ വിശിഷ്ടാതിഥി എല്ലാം സൂചിപ്പിച്ചൊരു പ്രസംഗമുണ്ട്. 1944 ബർമയില് വച്ചിട്ട് അദ്ദേഹം INA ഭടന്മാരോട് പറഞ്ഞ ഒരു പ്രസംഗം. അതിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ധീരന്മാരായ എൻ്റെ സഹപ്രവർത്തകരെ, വില കൊടുക്കാതെ ഈ ലോകത്ത് ഒന്നും നേടിയെടുക്കാനാവില്ല. സ്വാതന്ത്ര്യ സമരത്തിന്റെ വില രക്തസാക്ഷിത്വമാണ്. നിങ്ങൾ എനിക്ക് ചോര തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. അപ്പോൾ ഇതിൽ അവസാനത്തെ ഒരു വാചകമാണ് നമ്മൾ സാധാരണ പറയാറ്. പക്ഷെ ഇതിന്റെ മുഴുവൻ ചിന്തിക്കുന്ന സമയത്ത് അവസാനം മാത്രം അദ്ദേഹം പറയുന്നു, നിങ്ങൾ എനിക്ക് ചോര തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന നിലയ്ക്ക് പറഞ്ഞുകൊണ്ട് അവസാനം അദ്ദേഹം മരണപ്പെടുന്നതിനു തൊട്ടു മുമ്പ് വരെയും ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്നതിൽ, ആത്മധൈര്യം പകർന്നു കൊടുക്കുന്നതിൽ, ആ കരുത്തുള്ള മനസ്സിന്റെ ഉടമയായി ജീവിക്കണം എന്ന ആ നിശ്ചയദാർഢ്യം പകർന്നു കൊടുക്കുന്നതിൽ സുഭാഷ് ചന്ദ്രബോസ് പതറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ബോസിന് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തില് ബോസിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ട് ക്യാപ്റ്റൻ ഡോക്ടർ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഭാരത സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലായിടത്തും അടയാളപ്പെടുത്താൻ കേരളത്തിൻ്റെതായിട്ടൊരു അടയാളവും ഒരു ഇടവും ഉണ്ടായിരുന്നു. അത് INAയിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പാലക്കാട് സ്വാമിനാഥൻ എന്ന് പറയുന്ന ഒരു ആളുടെ മകൾ, ആ കുട്ടി മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്നും MBBS ബിരുദം പൂർത്തിയാക്കിയതിനു ശേഷം സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് കേട്ട് പഠിച്ചു മനസ്സിലാക്കിയതിനു ശേഷം സുഭാഷ് ചന്ദ്രബോസിനെ പരിചയപ്പെടുകയും അങ്ങനെ സിംഗപ്പൂർ വെച്ച് നേരിൽ കാണുകയും, അങ്ങനെ സിംഗപ്പൂരിൽ നേരിൽ കാണുന്ന സമയത്ത് സുഭാഷ് ചന്ദ്രബോസ് പറയാണ് INAക്ക് ഒരു സ്വന്തമായിട്ടൊരു പ്ലാറ്റ്യൂൺ, ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്ത്രീകളുടെ ഒരു പ്ലാറ്റ്യൂൺ തയ്യാറാക്കണം, ഒരു വിങ് തയ്യാറാക്കണം. അതിന് ഝാൻസി റാണി റെജിമെന്റ് എന്നാണ് പേര് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ലീഡർഷിപ്പ് ഡോക്ടർ ലക്ഷ്മി ഏറ്റെടുക്കണം. അങ്ങനെ അന്ന് മുതൽ ക്യാപ്റ്റൻ ഡോക്ടർ ലക്ഷ്മി ഝാൻസി റാണി പ്ലാറ്റ്യൂണിന്റെ അല്ലെങ്കിൽ വിങ്ങിന്റെ കമാൻഡ് ഇൻ ചീഫായിട്ട് ചാർജ് എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് അത് തിരിച്ചു വരുന്നു. 1970 കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ മേഖലയിലേക്ക് ലക്ഷ്മി കടന്നു വരുന്നുണ്ട്. അത് പിന്നീടാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് കേരളത്തിൻ്റെയും ഒരു സാന്നിധ്യം അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. അതുപോലെ അയ്യപ്പൻ പിള്ള മാധവൻ നായർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തുകാരൻ, അദ്ദേഹത്തിന് ജപ്പാനിൽ വെച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് വളരെ ശക്തമായിട്ടുള്ള പിന്തുണ നൽകിയ ഒരാളായിരുന്നു ഈ അയ്യപ്പൻ നായർ. ഇദ്ദേഹത്തിന് ജപ്പാൻ ഭാഷ വളരെ കൈവശം നന്നായിട്ട് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു ഇടനിലക്കാരനായി നിന്നുകൊണ്ട് ജപ്പാൻ ഭാഷയിൽ മറുപടി കൊടുത്തുകൊണ്ടിരുന്ന ആൾ ഈ അയ്യപ്പൻ നായരായിരുന്നു. അദ്ദേഹം ദീർഘകാലം ജപ്പാനിൽ ജീവിച്ചു, വളർന്ന് അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്തു, അവിടെ നിന്ന് തന്നെ കല്യാണം കഴിച്ചു. പക്ഷേ ഈ INAയുടെ പ്രവർത്തനത്തിൽ സുഭാഷ് ചന്ദ്രനോടൊപ്പം വളരെ സജീവമായിട്ട് ഉണ്ടായിരുന്ന ആളായിരുന്നു അദ്ദേഹം. ഞാൻ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു എന്ന് എനിക്കറിയാം. 1 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ഈ നേതാജിയുടെ മരണം വളരെ വലിയ ഒരു ചർച്ച നടക്കുന്നു. തുടക്കത്തിലും മരണത്തിൽ പറഞ്ഞു തുടങ്ങി, അവസാനത്തിലും മരണം തന്നെയാണ്. ഈ 2ാം ലോക മഹായുദ്ധത്തില് ഉദാഹരണത്തിന് 1945 എനിക്ക് തോന്നുന്നു ആഗസ്റ്റ് മാസമാകുന്ന സമയത്ത് ബോസിനോട് സിംഗപ്പൂര് വിടണമെന്ന് അദ്ദേഹത്തിന്റെ വളരെ അടുത്ത ആളായിട്ടുള്ള ബോസ്ലെ പറയുന്നുണ്ട്. ഇനി സിംഗപ്പൂര് നിന്ന് കഴിഞ്ഞാൽ വളരെ വലിയ വിപത്താണ്. കാരണം ലോകം മുഴുവൻ വലിയൊരു ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അങ്ങേ പോലുള്ള ആൾക്കാരെ ആസൂത്രിതമായി ഭയപ്പെടുത്താനുള്ള സാഹചര്യം കൂടുതലാണ്. കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ഓഗസ്റ്റ് 6-ാം തീയതി ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് വർഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എത്രയും വേഗം അങ്ങ് ഇവിടെ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് പോകണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം സായിഗോൺ എയർപോർട്ടിൽ എത്തുന്നു. അവിടെ നിന്ന് ആഗസ്റ്റ് 1 ഹിരോഷിമയിലെ നാഗസാക്കിയിൽ ഇതിനു ശേഷം അദ്ദേഹം അവിടെ നിന്ന് പതിയെ പടിയിറങ്ങുന്നു. സിംഗപ്പൂരിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അവിടെ നിന്ന് നേരെ അദ്ദേഹം വരുന്നത് സായിഗോൺ എയർപോർട്ടിലേക്കാണ്. അവിടെ ഒരൊറ്റ ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ, ടോക്കിയോ ലക്ഷ്യമാക്കിക്കൊണ്ട് പറക്കുന്ന ഒരു ഫ്ലൈറ്റ്. പക്ഷേ ഈ സായിഗോൺ എയർപോർട്ടിൽ വന്ന സമയത്ത് അവിടെയുള്ള ത്രികക്ഷികളുടെ എല്ലാം തീരുമാനം, ഒരു കാരണവശാലും ഒരു ഫ്ലൈറ്റും എയറിൽ പോകരുത്. അങ്ങനെ ഒരു ഫ്ലൈറ്റ് എയറിൽ പോകണമെങ്കിൽ അവരുടെ മന്ത്രാലയത്തിൽ നിന്നുള്ള കൃത്യമായ അറിയിപ്പ് ഉണ്ടാകണം. അപ്പൊ അന്ന് സ്വകാര്യ ജെറ്റ് പോലുള്ള സംവിധാനങ്ങളുണ്ട്.
സ്വകാര്യ ജെറ്റ് പോലും എയറിൽ പോകാൻ പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ ആ നിർദ്ദേശം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് സുഭാഷ് ചന്ദ്രബോസ് ഉൾപ്പെടെ ആൾക്കാർ പ്രതിസന്ധിയിലാണ്. ഈ സമയത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള അവിടുത്തെ മന്ത്രാലയത്തിന്റെ ആൾക്കാർ അവിടുത്തെ സർക്കാരിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരുമായി സംസാരിക്കുന്നു. അവസാനം അദ്ദേഹത്തിന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ടോക്കിയോയിലേക്ക് പോകുന്ന നേരത്തെ സൂചിപ്പിച്ച ഒരു വിമാനം മാത്രമേ ഉള്ളൂ. അതിൽ സുഭാഷ് ചന്ദ്രബോസിന് മാത്രം, സുഭാഷ് ചന്ദ്രബോസ് മാത്രമല്ല വന്നത്, അദ്ദേഹത്തിനോട് വലിയൊരു പരിവാരം അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ അവർ പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസിനെ മാത്രം അവിടെ നിന്നും കടത്തിവിടാം എന്നതിലേക്ക് പറഞ്ഞു. ആ വ്യവസ്ഥയുടെ അവസാനമായി. പക്ഷേ ആ സമയത്ത് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു, ഒറ്റയ്ക്ക് ഞാൻ മാത്രമായിട്ട് ഇവിടെ നിന്ന് യാത്ര തിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഒറ്റയ്ക്കൊരു യാത്ര ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ പോകുന്നുണ്ടെങ്കിൽ ഇത്രയും പേരായിട്ട് പോകും. പക്ഷേ ആ സമയത്ത് സ്വാഭാവിക ഭരണാധികാർ നോ ഒബ്ജക്ഷൻ, അതിനകത്ത് ഒരിക്കലും നടക്കൂല, അവർ നിങ്ങളുടെ ഈ സജഷൻസിനെ പരിഹരിക്കാൻ പറ്റില്ല പറഞ്ഞു. അവസാനം ഇവരുടെ കൂടെ തന്നെ ഉള്ള സുഭാഷ് ചന്ദ്രബോസിന്റെ കൂടെയുള്ള ആൾ തന്നെ അവിടുത്തെ ഭരണാധികാരിയുമായി സംസാരിച്ചു, ഒരാൾക്ക് കൂടി പോകാം എന്ന വ്യവസ്ഥയിൽ അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ADC ഹമീദ് റഹ്മാൻ എന്ന് പറയുന്ന ആള് ഇദ്ദേഹവുമായിട്ട് യാത്ര ചെയ്യും എന്ന നിലയ്ക്ക് തീരുമാനിക്കുകയും അവിടെ നിന്ന് അവര് യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നു. അതൊരു മിത്സുബിഷി ബോംബർ വിമാനമായിരുന്നു. അതായത് ആ വിമാനത്തിന്റെ ഒരു പ്രത്യേകത, ഡ്രൈവർ സീറ്റും കോ പൈലറ്റ് സീറ്റും. നമ്മളിപ്പോൾ ഇവിടെ BMW ഓഡിയുടെ ഒക്കെ പല 2 സീറ്റേഴ്സ് വെഹിക്കിൾസ് കാണുന്നുണ്ടാവും. അതേപോലെ ഈ 2 സീറ്റർ വെഹിക്കിൾ ആണ്, 2 സീറ്റർ എയറോപ്ലെയിൻ ആണ്. അവിടെ ഒരു കോ പൈലറ്റും ഒരു പൈലറ്റും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ചെറിയൊരു സ്പേസ് ഉണ്ട്. അത് ബോംബർ ആയതുകൊണ്ട് ബോംബെല്ലാം സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിമാനമാണ്. അപ്പൊ ആ വിമാനത്തിലാണ് അവര് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇദ്ദേഹം ആ വിമാനത്തിൽ കയറുന്നു. കൂടെ ഈ പറയുന്ന ഹമീദ് റഹ്മാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ADCയും കൂടെ ഉണ്ട്. അത് ഓഗസ്റ്റ് 17-ാം തീയതി 5:20 സൈക്കിളിൽ നിന്നും ഈ പറയുന്ന വിയറ്റ്നാമിലേക്ക് ഈ ടോക്കിയോ കേന്ദ്രീകരിച്ചുകൊണ്ട് പോകാൻ തീരുമാനിക്കുന്നു. ലേറ്റ് ടു റെസ്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലാണ് ഈ ഇദ്ദേഹത്തിന്റെ ഈ വിമാനത്തിൽ വച്ചുണ്ടായ സംഭവ വികാസങ്ങളെ മനോഹരമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇദ്ദേഹം ഇതിനകത്ത് കയറുന്നു. ഇതിന്റെ അകത്ത് ഇദ്ദേഹം ഇരിക്കുന്നതിന്റെ തൊട്ട് മുകളിൽ ഈ വിമാനത്തിൽ ബോംബ് വെക്കുന്ന വിമാനം, ബോംബ് കൊണ്ടുപോകുന്ന വിമാനം, ഇദ്ദേഹത്തിന്റെ തൊട്ട് മുകളിലായിട്ട് പെട്രോൾ ടാങ്കർ പോലെയുള്ള ഒരു സാധനത്തിനകത്ത്, പെട്രോൾ അല്ല, അതിനകത്ത് ഈ ക്രൂഡ് ഓയിൽ പോലെയുള്ള വളരെ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഒരു സാധനം, ആ ടാങ്ക് ഇദ്ദേഹത്തിന്റെ നേർ മുകളിലായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന് താഴെ ഒന്നും പൊട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. വിമാനത്തിൽ കയറുന്ന നമ്മളാരും അത് ബ്ലാസ്റ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം ഈ വിമാനത്തിൽ കയറുന്നു. വിമാനം ഉയർന്നു പൊങ്ങാൻ തീരുമാനിക്കുന്നു. വിമാനം മുകളിലേക്ക് പോകുന്നു. ഒരു 50 അടി മുകളിൽ പോകുന്ന സമയത്ത് തന്നെ വളരെ ശക്തമായിട്ടുള്ളൊരു ശബ്ദം കേൾക്കുന്നു. ഇതിൻ്റെ 2 ചിറകുകളിൽ ഒരു ചിറക് പൊട്ടി വീഴുന്നു. ആ മാത്രയിൽ തന്നെ വിമാനം 2ആയിട്ട് പൊട്ടി മാറുന്നു. നേരത്തെ സൂചിപ്പിച്ച ആ പറയുന്ന ബാരൽ ക്യാൻ, അതിൽ നിന്ന് അഗ്നി വരുന്നു. ഇത് പൊട്ടി സ്വാഭാവികമായിട്ട് സുഭാഷിന്റെ ശരീരത്തിലേക്ക് എത്തുന്നു. ഇത് ആണ് മരണകാരണം എന്ന് ആണ് ഔദ്യോഗികമായി 1945 ഓഗസ്റ്റ് 18-ാം തീയതി പിന്നെ അദ്ദേഹത്തിന്റെ മരണകാരണമായി ചരിത്രരേഖകൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അവിടെ ഇദ്ദേഹം ഓൺ ദ സ്പോട്ടിൽ മരണപ്പെടുന്നില്ല. അവിടെ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ജാപ്പനീസ് ഡോക്ടർ ആയിട്ടുള്ള യോഷ്നി എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് ട്രീറ്റ്മെന്റ് ചെയ്തത്. അതിനുശേഷം യോഷ്നി പിന്നീട് അത് വെളിപ്പെടുത്തി. അപ്പൊ അദ്ദേഹം ആശകല പൊള്ളലേറ്റ് അങ്ങനെയാണ് അത് മരണപ്പെടാൻ കാരണം. ഞാനായിരുന്നു മരണം സ്ഥിരീകരിച്ചത്. അന്ന് രാത്രി കൃത്യം 9 മണിക്കായിരുന്നു മരണം നടന്നിട്ടുള്ളത്. അതായത് ഓഗസ്റ്റ് 18-ാം തീയതി രാത്രി 9 മണിക്കാണ് മരണം നടന്നിട്ടുള്ളത് എന്ന നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഇതിന്മേല് വീണ്ടും ധാരാളം ചർച്ചകൾ നടന്നു. നേതാജി മരിച്ചിട്ടില്ല, അന്ന് മരിച്ചത് ഇതായിരുന്നില്ല. അങ്ങനെ 1956-ൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും നേതാജി എൻക്വയറി കമ്മിറ്റി എന്ന നിലയ്ക്ക് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റി രൂപീകരിച്ചത് സുരേഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹോദരന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. പക്ഷേ ഇദ്ദേഹം റൈസ് ചെയ്ത വിഷയങ്ങൾ ആ സമയത്ത് സസ്റ്റെയിൻ ചെയ്തില്ല എന്നുള്ളതാണ്. പക്ഷെ വീണ്ടും 1966 സുരേഷ് ചന്ദ്രബോസ് തന്നെ ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. 1966 ആയ സമയത്ത്
വളരെ വേഗം തന്നെ ഈ വർഷാവസാനത്തോടുകൂടി സുഭാഷ് ചന്ദ്രബോസ് ഭാരതത്തിൽ തിരിഞ്ഞെത്തും. അത് വലിയൊരു കോൺട്രവേഴ്സറി ആ കാലത്ത് സൃഷ്ടിച്ചു. കാരണം അപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ, എത്തുമെന്ന് സ്വന്തം സഹോദരൻ തന്നെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. 1966 ശേഷമാണ് നേരത്തെ നമ്മൾ ഈ സൂചിപ്പിച്ച ഗുംനാബി ബാബ ഉത്തർപ്രദേശിൽ ഒരു മൗനി ബാബ എന്ന നിലയ്ക്ക് ജീവിച്ചിരുന്നതായിട്ടും അത് സുഭാഷ് ചന്ദ്രബോസ് ആണ് എന്ന നിലയ്ക്ക് വിശ്വസിച്ചവരുമുണ്ട്. അതിനകത്ത് ആയിരിക്കാം, ആകാതിരിക്കാം. പക്ഷേ 1909 GK ബക്ഷിയുടെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, ബോസ് ആസ് ആൻ ഇന്ത്യൻ സമുറായി എന്ന് പറയുന്ന നേതാജിയെ കുറിച്ചുള്ള ഒരു പുസ്തകത്തിൽ ബക്ഷി വളരെ കൃത്യമായി പറയുന്നത് അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തെ റഷ്യയിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു നാടകത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ പറയുന്ന എയർപോർട്ടും അവിടെ നടന്ന പൊള്ളലും അവിടെ നടന്ന തീപിടുത്തവും അവിടെയുള്ള ഈ പറയുന്ന മരണവുമെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതാണ്, ഈ റാങ്കോജി ടെമ്പിളിലാണ് ഇദ്ദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്, അതായത് എല്ലൊക്കെ. അത് പിന്നീട് ഈ കാര്യം പറയുകയും ചെയ്തു, DNA ടെസ്റ്റ് നടത്തണം എന്ന നിലക്ക് ഉള്ള ഒരു വാദം വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 1909 മുഖർജി കമ്മീഷൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഇത് മരിച്ചത് ഇദ്ദേഹം ആയിരുന്നില്ല, സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നില്ല എന്ന നിലയ്ക്ക് 1909 ഒരു മുഖർജി കമ്മീഷൻ്റെ ഒരു തീർപ്പ് വന്നിട്ടുണ്ട്. അതായത് ഈ പറയുന്ന 1945 August 18 മരണം കൺഫേം ചെയ്തു എന്ന് പറയുന്നത് മുഖർജി കമ്മീഷൻ 1909 പറയുകയാണ് ഇത് സുഭാഷ് ചന്ദ്രബോസിന്റെ മരണമായിരുന്നില്ല എന്ന്. എന്തായാലും 2015 ആയപ്പോൾ പശ്ചിമ ബംഗാൾ 304 ഒരു ഫയൽ, നേതാജിയുടെ ഫയൽ ഡീക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ആ സാധനം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അവസാനിപ്പിച്ചു തന്നെ പറയാം. ഗാന്ധിജി പറഞ്ഞു, ജീവിച്ചിരുന്നില്ല എങ്കിൽ മരിച്ചില്ലായിരുന്നാലും ജീവിച്ചിരുന്നെങ്കിലും മരിച്ചെങ്കിലും രണ്ടായിക്കോട്ടെ, പാട്രിയറ്റ് ഓഫ് ദി പാട്രിയറ്റ് എന്ന് വിശേഷിപ്പിച്ച ലോകത്തെ ഒരേ ഒരു ധീരദേശാഭിമാനി. അദ്ദേഹം മരിച്ചതാണോ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ അതോ മൗനി ബാവയായോ എന്നുള്ളതല്ല. അദ്ദേഹം ജീവിച്ചിരുന്ന അത്രയും കാലം എങ്ങനെ ജീവിച്ചിരുന്നു, എന്തായി ജീവിച്ചിരുന്നു, എന്തിനു വേണ്ടി ജീവിച്ചിരുന്നു, എന്ത് പകർന്നു നൽകിയിരുന്നു, ആ പകർന്നു നൽകിയത് നമുക്ക് സ്വീകരിക്കുവാൻ, അതിനോട് നീതി പുലർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, അതിനെ പ്രചരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നിടത്താണ് അദ്ദേഹത്തെ ഓർമ്മിക്കുമ്പോൾ, അദ്ദേഹത്തെ ഓർത്തെടുക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചുറപ്പിക്കേണ്ടത്. അതുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു അഗ്നിയല്ല, അദ്ദേഹം എന്നും ആവേശവും ധീരന്മാരിലും ധീരനും, ദി ബ്രേവസ്റ്റ് ഓഫ് ദി ബ്രേവ് എന്ന് വിശേഷിപ്പിക്കുന്ന മഹത്തരമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ്, ചരിത്രമാണ്, ഇതിഹാസമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.